നമ്മുടെ നാട്ടിൽ മഴയില്ല, കനത്ത ചൂടാണ്, വേനൽ മഴ അങ്ങും ഇങ്ങുമൊക്കെ പെയ്യുന്നുണ്ട്. എന്നാൽ ഈ മഴ ഇപ്പോൾ ഗൾഫ് നാടുകളിൽ തകർത്ത് പെയ്യുകയാണ്. മാത്രമല്ല ഗൾഫിൽ തകർത്ത് പെയ്യുന്നു മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദുരിതം വിതച്ചാണ് മഴ അവിടെ പെയ്യുന്നത്. UAE വിവിധ ഇടങ്ങളിൽ ഇന്നലെ വെള്ളത്തിനടിയിലായി. ഇപ്പോഴും മഴ തുടരുകയാണ്. റാസൽ കൈമയിൽ തന്നെ ഒരാൾ മരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. UAE ഇന്നും റെഡ് അലേർട്ടാണ്. കനത്ത മഴ ദുബായ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നും ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹറിലെ മഴയിൽ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് വ്യാപാര സമുച്ചയങ്ങളിൽ വെള്ളം കയറി. ഒമാനിൽ മഴ കനത്ത നാശമാണ് വിതച്ചത്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറയൂ, കാരണം ഗൾഫ് നാടുകളിലൊക്കെ ഇത്തരം മഴ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. തീർച്ചയായും ഗൾഫ് നാടുകളിൽ അതിതീവ്ര മഴയാണ്, റെക്കോർഡ് മഴയാണ് UAE ഇന്നലെ ഒരു ദിവസം മാത്രം പെയ്തു തീർത്തത്. കൃത്യമായി പറഞ്ഞാൽ 75 വർഷത്തിനിടെ ഉണ്ടായ ശക്തമായ മഴയാണ് UAE ഇന്നലെ പെയ്തത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 മണിക്കൂറിനിടെ 254 മില്ലിമീറ്റർ മഴയാണ് UAE ലഭിച്ചത്. അലയിലുള്ള ഖത്തമൽ ഷത്ല എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ റെക്കോർഡ് മഴ ഇന്നലെ ലഭിച്ചത്. ഇങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മഴപ്പെയ്ത്താണ് UAE ഉണ്ടായിരിക്കുന്നത്. എല്ലാ എമിറേറ്റുകളിലും ഒരുപോലെ അതിശക്തമായ ഇടിയും കാറ്റും ഉൾപ്പെടെയുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. ഇപ്പോഴും ഇടങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒരു മരണമാണ് ഇതുവരെ UAE റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു എമറാത്തി പൗരനാണ്, ഒരു സ്വദേശി പൗരനാണ് മരിച്ചിട്ടുള്ളത്. 40 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹവും കാറും റാസൽ ഖൈമയിലെ ഒരു വാദിയിലെ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പലയിടങ്ങളിലും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും അടക്കം ഇപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വ്യാവസായിക മേഖലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. ഷാർജയിൽ പല കമ്പനികളുടെയും വെയർഹൗസുകൾ അടക്കം വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ്. വാഹനങ്ങൾ അടക്കം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. വലിയ നാശനഷ്ടമാണ് ഇവിടെ എല്ലായിടത്തും സംഭവിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. ദുബായിൽ കിസൈസ്, മുഹൈസിനെ തുടങ്ങി ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും വെള്ളം കയറിയിരുന്നു. ഷെയ്ഖ് സായിദ് റോഡിൽ അടക്കം മണിക്കൂറുകളാണ് ഇന്നലെ ഗതാഗതം തടസ്സപ്പെട്ടത്. വീടുകളിൽ എത്താൻ സാധിക്കാത്തതിനാൽ പല കമ്പനികളും തൊഴിലാളികൾക്ക് ഇന്നലെ രാത്രി താമസിക്കാൻ ഹോട്ടലുകളും മറ്റും എടുത്തു നൽകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ കടകളിലും മറ്റും ഇന്നലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് ഇനിയിപ്പോൾ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ ഈ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായ് മെട്രോ സർവീസ് ഇന്ന് പുലർച്ചെ 3 വരെ നീട്ടിയിരുന്നുവെങ്കിലും ചില മെട്രോ സ്റ്റേഷനുകൾ, ഓൺപാസീവ് അടക്കമുള്ള ചില മെട്രോ സ്റ്റേഷനുകളിൽ ഇന്നലെ വെള്ളം കയറി ഈ സർവീസ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ ഈ സർവീസ് തടസ്സപ്പെട്ടത് മൂലം ഇന്നലെ രാത്രി വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നൂറുകണക്കിന് ആളുകൾ ദുരിതത്തിലായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ഇത്തരത്തിൽ മഴ കാര്യമായി തന്നെ ബാധിച്ചു. റൺവേയിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്നലെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. 45 വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത്. മറ്റ് 3ഓളം വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്കൂളുകളിലെല്ലാം പഠനം ഇന്നും ഓൺലൈനിലേക്ക് മാറ്റണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെല്ലാവരും ഇന്ന് ഓൺലൈനായിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശം തന്നെ അധികൃതർ നൽകിയിട്ടുണ്ട്. റോഡുകളിലെ വെള്ളത്തിൽ അകപ്പെട്ട വാഹനങ്ങൾക്ക് ഈ ഒമാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ മരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. അങ്ങനെയുള്ള അത്യാഹിതങ്ങളുടെ വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ടോ ബ്യൂറോയിൽ? തീർച്ചയായും ഒമാനിൽ ഇതുവരെ 18 ആളുകളുടെ മരണമാണ് ഇതുവരെ ഒമാനിൽ സംഭവിച്ചിട്ടുള്ളത്. ഒമാനിലും അതിരൂക്ഷമായ മഴ തന്നെയാണ് ഉണ്ടായത്. ഇന്ന് വൈകുന്നേരം വരെ ഒമാനിൽ ഇത്തരത്തിലുള്ള മഴ ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഒമാനിലെ പ്രധാനപ്പെട്ട കാര്യം 10 കുട്ടികളാണ് ഒമാനിൽ ഈ ഒരു മഴപ്പെയ്ത്തിൽ മരണം സംഭവിച്ചത്. ബഹ്റൈനിലും അതിരൂക്ഷമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ബഹ്റൈനിലെ മനാമ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി. മലയാളികൾ ഉൾപ്പെടെയുള്ള കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള റോഡുകളിൽ നിന്നെല്ലാം വെള്ളം നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് മുതൽ ഇവിടങ്ങളിലെല്ലാം കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ ഭാറാട്ടാണ് വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഗൾഫ് നാടുകളിലെ പല സ്ഥലങ്ങളിലും കടുത്ത വെള്ളപ്പൊക്കം അനുഭവപ്പെടുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല കടകളിലും വെള്ളം കയറി. ഒമാനിൽ 18 ആളുകൾ മരിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്.